ജോണേട്ടാ, പൾസർ സുനിക്ക് ഒടുവിൽ ജാമ്യം കിട്ടിയിരിക്കുകയാണ്. പൾസർ സുനി അറിയാം, നമുക്ക് നടിയെ ആക്രമിച്ച കേസിൽ ഒരു കൊടും ക്രിമിനലാണ്. ദിലീപ് പൾസർ സുനിക്ക് കത്തെഴുതി, പിന്നെ പൾസർ സുനി തിരിച്ചെഴുതി എന്ന് പറഞ്ഞ ആരോപണങ്ങളൊക്കെ അതിൻ്റെയൊക്കെ പുറത്താണ് ഈ കോലാഹലങ്ങളെല്ലാം ഉണ്ടായിരിക്കുന്നത്. അപ്പൊ ഈ പൾസർ സുനി വലിയൊരു ഇടവേളയ്ക്ക് ശേഷം ജയിലിൽ നിന്ന് മോചിതനാവുകയാണ്. പക്ഷേ ഒരു കുഴപ്പമുണ്ട്, നമ്മുടെ മെൻസ് അസോസിയേഷൻ പൾസർ സുനിയെ മാലയിട്ട് സ്വീകരിച്ചിരിക്കുകയാണ്. ഇവൻ എന്തോ ഒളിമ്പിക്സിൽ നിന്ന് മെഡൽ അടിച്ചിട്ട് വരുന്നത് പോലെയാണ് മെൻസ് അസോസിയേഷന്റെ പെരുമാറ്റം. ജോണേട്ടൻ ഉണ്ടോ മെൻസ് അസോസിയേഷനിൽ? ഞാനില്ല. ഇല്ല ഇല്ല എന്തോ ഒരു എടുക്കാനല്ലോ ഒരു നമുക്ക് താല്പര്യമില്ല. ഫെമിനിസ്റ്റ് ആണോ? ഫെമിനിസ്റ്റ് അല്ല, സാധാരണ മനുഷ്യൻ, പച്ചയായിട്ടുള്ള മനുഷ്യൻ. ശരി, എന്താ തോന്നുന്നത് ഈ മെൻസ് അസോസിയേഷൻ ഇവന്മാർക്ക് എന്തിനാ കേടാണ് ഇവന്മാർക്ക്? എനിക്ക് മനസ്സിലാവുന്നില്ല. ഈ കണ്ട ക്രിമിനലുകളെല്ലാം മാലയിട്ട് സ്വീകരിക്കുകയാണ് അവന്മാർ. ഇതുപോലെ നേരത്തെ അവന്മാർ മറ്റേ മസ്താനി എന്ന് പറയുന്ന ഒരു പെണ്ണിനെ ഉപദ്രവിച്ച സവാദ്, KSRTC ബസ്സിൽ അവളുടെ അടുത്തിൽ നിന്ന് സ്വയംഭോഗം ചെയ്തു എന്ന് അവള് സോഷ്യൽ മീഡിയയിൽ വീഡിയോ ഇട്ട സവാദ് എന്ന് പറയുന്ന ഒരു ചെറുക്കനെ മാലയിട്ട് സ്വീകരിച്ചിട്ടുണ്ടായിരുന്നു. അവനെ മാലയിട്ട് സ്വീകരിച്ച് അവന്റെ വേണ്ട നിയമസഹായങ്ങളെല്ലാം ചെയ്തു കൊടുക്കുമെന്ന് പറഞ്ഞു. ആക്ച്വലി അവൻ ആ വണ്ടിയിൽ നിന്ന് ഇറങ്ങി ഓടിയതാ. അപ്പൊ അതാണ് എനിക്ക് മനസ്സിലാവാത്തത്. ഇത്രയും വലിയ ഒരു കുറ്റകൃത്യം ചെയ്തിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ അവൻ ആ പെൺകുട്ടിയോട് അപമര്യാദയായിട്ട് പെരുമാറിയിട്ടില്ലെങ്കിൽ, പിന്നെ വണ്ടിയിൽ നിന്ന് ഇറങ്ങി ഓടി എന്തിനാ? അത് നാട്ടുകാർ എന്നെ ആക്രമിക്കുമെന്ന് പേടിച്ചാണ് ഞാൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങി ഓടിയത്. ഇത് തന്നെയാണ് അജ്മലും ചെയ്തിരിക്കുന്നത്. അതായത് ഒരു സ്ത്രീയുടെ ദേഹത്തൂടെ വണ്ടി കയറ്റി ഇറക്കുക, എന്നിട്ട് നാട്ടുകാർ ആക്രമിക്കുമെന്ന് പേടിച്ച് ഇറങ്ങി ഓടുക എന്ന് പറഞ്ഞാൽ വണ്ടിയും കൊണ്ട് പോവുക. അവിടെ രണ്ടുപേരെ, പിന്നെ വണ്ടിയും കൊണ്ട് പോകുന്ന വഴിക്ക് രണ്ടുപേരെ ഇടിക്കുക. പോലീസ് പിടിക്കുമ്പോഴാണ് മനസ്സിലാവുന്നത് ഇവനൊക്കെ MDMA ആയിരുന്നു. അപ്പൊ എന്താ തോന്നുന്നത് ഇത് ഈ ഓൾ കേരള മെൻസ് അസോസിയേഷൻ ശരിക്കും പറഞ്ഞാൽ നമ്മളെപ്പോലുള്ള മെൻസിനെല്ലാം നാണക്കേട് ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. ഇത് ദേശീയ തലത്തിൽ തന്നെ വാർത്താ പ്രാധാന്യം നേടിയ ഒരു കേസാണല്ലോ ഈ നടിയെ ആക്രമിച്ച കേസ്. അപ്പോൾ ഇവര് കമ്മിറ്റി റിപ്പോർട്ടൊക്കെ അതിന്റെ ചൂട് പിടിച്ചു വന്നതാണ്. അപ്പൊ ഞങ്ങൾ ഇവിടെ ഉണ്ട് എന്ന് കാണിക്കാൻ എന്തെങ്കിലും വേണ്ടേ? അപ്പോൾ അതിൻ്റെ ഒരു പബ്ലിസിറ്റി സ്റ്റണ്ടായിട്ട് കണ്ടാൽ മതി. അപ്പോൾ പൾസർ സുനി ഇറങ്ങി വരുമ്പോൾ മാലയൊക്കെ ഇട്ട് സ്വീകരിക്കുന്നു, അപ്പോൾ വാർത്തയാവുന്നു. അപ്പോൾ അവരെയും ചാനലുകളിലൊക്കെ അവരുടെ വിഷ്വൽസ് വരുന്നു. അങ്ങനെ അവരിവിടെ ഉണ്ടെന്ന് അവർ കാണിക്കുന്നു. പക്ഷെ ഇതിനകത്ത് പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ പൾസർ സുനിയാണ് ലൈംഗികമായി ഉപദ്രവിച്ചതെന്ന് കൃത്യമായി നടി മൊഴി കൊടുത്തിട്ടുണ്ട്. പൾസർ സുനിയാണല്ലോ ഒന്നാം പ്രതി. ആ ആളിനെയാണ് ഇവർ പോയി മാലയിട്ട് സ്വീകരിച്ച് അഭിവാദ്യം അർപ്പിച്ച് കൊണ്ടുവരുന്നത്. അത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ പുരുഷന്മാർക്കെല്ലാം വലിയ നാണക്കേടാണ്. ഇങ്ങനെ തെറ്റായ ഒരു സന്ദേശം, അതായത് നിങ്ങൾക്ക് നാളെ ആരെ വേണമെങ്കിലും ഇതുപോലെ ലൈംഗികമായി ഉപദ്രവിക്കാം, ആരെ വേണമെങ്കിലും പീഡിപ്പിക്കാം, ജയിലിൽ പോകാം. തിരിച്ചിറങ്ങി വരുമ്പോൾ അവരെ പൂമാലയിട്ട് സ്വീകരിക്കാൻ ഞങ്ങളിവിടെ ഉണ്ട്, ഞങ്ങളുടെ സംഘടനയുണ്ട് എന്നുള്ളൊരു തെറ്റായ സന്ദേശം ഇവർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ കരണം നോക്കി അടി കൊടുക്കുകയാണ് ആദ്യം വേണ്ടത്. അല്ല, ഞാൻ ചോദിക്കട്ടെ, ഇവന്മാരുടെ ഈ മെൻസ് അസോസിയേഷന്റെ എന്താണ് ഇവരുടെ ഒരു ഇന്റൻഷൻ, ഉദ്ദേശം? ഈ സംഘടന തുടങ്ങിയതിന്റെ പിന്നിലുള്ള ചേതോ വികാരം എന്താണ് ഇവരുടെ? അവർ പറയുന്നത് സ്ത്രീകൾക്ക് ഒത്തിരി സംഘടനകളുണ്ടല്ലോ, നമ്മൾ നേരത്തെ ഫെമിനിസം എന്നൊക്കെ പറഞ്ഞു. അതെ. അപ്പോൾ ഇവർ പറയുന്നത് ഈ സ്ത്രീകളിൽ നിന്ന് ശാരീരികവും മാനസികവുമായി ആക്രമണം നേരിടുന്ന ധാരാളം പുരുഷന്മാരുണ്ട്. അവർക്ക് വേണ്ടി ചോദിക്കാൻ നിയമം പോലും സ്ത്രീക്ക് അനുകൂലമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവർ പുരുഷന് വേണ്ടി ഒരു നിയമമില്ല. അപ്പോൾ അവൻ ഉപദ്രവിക്കപ്പെട്ടാൽ അവന് വേണ്ടി പറയാൻ ആരുമില്ല. അവൻ മാനസികമായി ടോർച്ചർ ചെയ്യപ്പെട്ടാൽ, സ്ത്രീയാൽ ടോർച്ചർ ചെയ്യപ്പെട്ടാൽ അവന് വേണ്ടി സംസാരിക്കാൻ അതിൽ ഒരു കാര്യമില്ലേ? ഉണ്ട്. അതില്ലാതില്ല. പുരുഷന് വേണ്ടി സംസാരിക്കാൻ ആരും ഇല്ലല്ലോ. അപ്പൊ അതിനു വേണ്ടി പുരുഷന്മാരെല്ലാവരും ഭീകരന്മാരാണ് എന്നുള്ള വിശ്വസിക്കുന്ന ഒരുപാട് സ്ത്രീകളുണ്ട്. അല്ല, ജോണേട്ടൻ അങ്ങനെ വിശ്വാസമില്ലല്ലോ. ഒരിക്കലും ഇല്ല. പുരുഷന്മാർ പാവപ്പെട്ട ആൾക്കാരുമില്ലേ? ധാരാളം. തട്ടിപ്പും വെട്ടിപ്പും നടത്തുന്ന പുരുഷന്മാരാണോ ഭൂരിഭാഗം ഉള്ളത്? അല്ലല്ല. പക്ഷെ സ്ത്രീകൾക്കിടയിൽ തട്ടിപ്പും വെട്ടിപ്പും നടത്തുന്ന സ്ത്രീകളില്ല എന്നുള്ള ഒരു ധാരണ ഉണ്ടോ ജോണേട്ടന്? ഒരിക്കലും ഇല്ല. സ്ത്രീകൾക്കിടയിലും ഉണ്ട്, സ്ത്രീകൾക്കിടയിലും ഉണ്ട്, പുരുഷന്മാർക്കിടയിൽ, അതായത് മനുഷ്യർക്കിടയിൽ എല്ലാവർക്കിടയിലും തട്ടിപ്പും വെട്ടിപ്പും നടത്തുന്ന ആൾക്കാർ, സ്ത്രീ പുരുഷ വ്യത്യാസമില്ലാതെ ഉണ്ട്. പിന്നെ സ്ത്രീകൾക്ക് മാത്രം ഇത്ര നിയമങ്ങൾ, അതായത് സ്ത്രീകൾക്ക് മാത്രം അനുകൂലമായിട്ടുള്ള ഒരുപാട് നിയമങ്ങൾ നമ്മുടെ നിയമസംഹിതകളിൽ എഴുതി വെച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ് എന്നുള്ളൊരു ചോദ്യം ഉയരില്ലേ? അതിനെന്തെങ്കിലും മറുപടി ഉണ്ടോ? സോഷ്യലി നമ്മൾ പൊതുവെ നോക്കുമ്പോൾ ഒരു പുരുഷനാണ് ഡോമിനന്റ് ആയിട്ട് നിൽക്കുന്നത്. ആദ്യം അങ്ങനെ വരുമ്പോൾ സ്ത്രീക്ക് കുറച്ചുകൂടെ നിയമ പരിരക്ഷ വേണം എന്നുള്ളത് തികച്ചും സതുദ്ദേശത്തോടു കൂടിയാണ് ഇത്. കാരണം എന്റെ ഒരു കാഴ്ചപ്പാടിലുണ്ടല്ലോ, ഒരു പുരുഷൻ ഒരു സ്ത്രീ, ഇത് ഒരു സമൂഹത്തിൽ, ഒരു കുടുംബത്തിലായിരുന്നാലും ഒരു സമൂഹത്തിലായിരുന്നാലും അല്ലെങ്കിൽ ഏത് പ്ലാറ്റ്ഫോമിൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും എല്ലായിടത്തും പുരുഷാധിപത്യമാണ്
കാണാൻ സാധിക്കുന്നത് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ? അതെ. പക്ഷേ എന്താ പറയുന്നത്, ഈ സെക്ഷൽ ആക്ടിവിറ്റീസിൽ പോലും പുരുഷനാണ് ഡോമിനൻ്റ് ആയിട്ട് നിൽക്കുന്നത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ അങ്ങനത്തെ ഉള്ള ഒരു കാര്യത്തിൽ സ്ത്രീകൾക്ക് പ്രത്യേക നിയമമില്ലെങ്കിൽ, പല ആൾക്കാരും അഭിപ്രായപ്പെടുന്നത് ഇങ്ങനെയാണ്, സ്ത്രീകൾക്ക് പ്രത്യേകം നിയമം അല്ലെങ്കിൽ ഒരു പരീക്ഷ കൊടുത്തില്ലെങ്കിൽ പുരുഷൻ ഒരു എന്താണ് വല്ലാതെ ആ ഡോമിനൻസി എന്ന് കാണിക്കും. മനസ്സിലായല്ലേ? അത് എല്ലായിടത്തും കാണിക്കും പുരുഷൻ. ഇപ്പോ സ്ത്രീകൾക്ക് ഈവൻ വീട്ടിൽ കല്യാണം കഴിച്ചു കൊണ്ടുവരുന്ന ഒരു സ്ത്രീ ഒരു പുരുഷൻ കൊണ്ടുവരുന്നു, ഗാർഹിക പീഡനം എന്നുള്ളൊരു വകുപ്പ് ഉള്ളത് കൊണ്ട് മാത്രം ഒരു സ്ത്രീയുടെ ദേഹത്ത് കൈവയ്ക്കാതിരിക്കുന്ന ധാരാളം പുരുഷന്മാർ എനിക്കറിയാം. പേഴ്സണലി എനിക്കറിയാം. ടു ബി ഫ്രാങ്ക്, വിളിച്ചെന്നോട് പറഞ്ഞു, പിന്നെ ഞാൻ എന്താണെന്നറിയാമോ അവളെ ഒന്ന് കൈവയ്ക്കാത്തത്, നാളെ എവളെങ്ങാനും കൊണ്ടൊരു കേസ് കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ അകത്തു പോകും, അങ്ങനെ പറയുന്ന പുരുഷൻ. അതായത് നമ്മുടെ ഉള്ളിൽ ആ ഒരു ഇൻസ്റ്റിങ്ക്റ്റ് ഉണ്ട് എന്നുള്ളത് പച്ചയായിട്ടുള്ള ഒരു വസ്തുതയാണ് അല്ലെ? അതുകൊണ്ട് സ്ത്രീകൾക്ക് ഒരു പരീക്ഷ. പക്ഷെ ഇത് ദുരുപയോഗം ചെയ്യുന്ന ഭൂരിഭാഗം സ്ത്രീകളുണ്ട്, വലിയൊരു ശതമാനം സ്ത്രീകളുണ്ട്. അപ്പൊ അവിടെ വ്യാജമായി പരാതികൾ ധാരാളം പോകുന്നുണ്ട്. അപ്പൊ അതിനെതിരെ ഈ മാനസികമായി പീഡിപ്പിക്കപ്പെടുന്ന, ശാരീരികമായി ഉപദ്രവം ഏറ്റുവാങ്ങുന്ന ആളുകൾക്ക് ഒരു പരിരക്ഷ അല്ലെങ്കിൽ അവർക്ക് സപ്പോർട്ട് കൊടുക്കുക, പിന്തുണ കൊടുക്കുക, നിയമപരമായ നല്ല സംഘടനയാണെന്ന് എനിക്ക് തോന്നുന്നു. ആ ഉദ്ദേശത്തോടെ തുടങ്ങിയതാണ്. നല്ല സംഘടനയാണ്. പക്ഷേ ഈ കണ്ട കൊള്ളക്കാരനും പിടിച്ചുപറിക്കാരനും മുണ്ടുപൊക്കി കാണിക്കുന്നവരും എല്ലാ മാർഗമാണ് അവന്മാരിപ്പോ സംരക്ഷണം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. കഞ്ചാവ് കേസിലെ പ്രതി, പീഡന കേസിലെ പ്രതി, അവന്മാർക്കെല്ലാം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോഴല്ലേ വാർത്തയിൽ നിറഞ്ഞു നിൽക്കാൻ പറ്റുള്ളൂ. ആ മെൻസ് അസോസിയേഷൻ എന്താ അജിത് കുമാറോ, തലമുടി നീട്ടി ബാക്കിലോട്ട് വളർത്തിയിരിക്കുന്ന, എനിക്ക് തോന്നുന്നു പുള്ളിയുടെ കുടുംബജീവിതം അതിദയനീയമായിട്ടായിരിക്കും. കാരണം സ്വന്തം അനുഭവത്തിലൂടെയാണല്ലോ ഇതൊക്കെ പല കാര്യങ്ങളും വരുന്നതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈ പേഴ്സണലി ഇതെന്റെ പേഴ്സണൽ അഭിപ്രായമാണ്. പുള്ളിക്ക് കുടുംബജീവിതത്തിൽ എന്തെങ്കിലും ചിലപ്പോൾ ഒരു ട്രാജഡി ഉണ്ടായി കാണും. അങ്ങനെ പുള്ളിയുടെ പല ഇന്റർവ്യൂസും ഞാൻ കണ്ടിട്ടുണ്ട്. പുള്ളി വളരെ വിഗറസ് ആയിട്ട് പറയാണ്, സ്ത്രീ എന്ന് പറയുന്ന സമൂഹം തന്നെ സീരിയസ്ലി പുള്ളിയുടെ അന്തരാർത്ഥത്തിൽ പുള്ളി ഉദ്ദേശിക്കുന്ന അതാണ്. ജ്വലിക്കുകയാണ്, മനസ്സിൽ ആളി കത്തുകയാണ് ഈ സ്ത്രീകളോടുള്ള രോഷം. സ്ത്രീകളോട് മുഴുവനാണെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ അത് നമുക്ക് പുള്ളിയുടെ വാക്കുകൾ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. അടച്ചങ്ങ് പറയുകയാണ്. അതായത് അവരുടെ ഭാഗം ഒന്ന് കേൾക്കാൻ പോലും തയ്യാറല്ലാത്ത രീതിയിലാണ് പുള്ളി സംസാരിക്കുന്നത്. അതാണ് ഈ സവാദിന്റെ വിഷയത്തിൽ ഞാൻ കണ്ടത്. സവാദിന്റെ വിഷയത്തിൽ ഞാൻ ഒരിക്കലും സവാദിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല. കാരണം അങ്ങനെയാണെങ്കിൽ ഇവിടെ ഇറങ്ങി ഓടാം. സവാദിന്റെ വിഷയത്തിൽ 2 വർഷം വരുന്നില്ല. അവരാണ് ആദ്യം നിർബന്ധിച്ചത്, അവരിങ്ങനെ വൈറലാകാൻ വേണ്ടി വീഡിയോ എടുത്താണെന്നൊക്കെ പറഞ്ഞിട്ട് അതിന്റെ എന്തൊക്കെ വീഡിയോകൾ 2 വർഷം വരുന്നുണ്ട്. എന്റെ പൊന്നു ചേട്ടാ, ഞാനൊരു കാര്യം പറയട്ടെ. ഈ സവാദിന്റെ വിഷയത്തിൽ ഈ സവാദ് എന്ന് പറയുന്ന വ്യക്തി സമൂഹത്തിൽ മുണ്ടുപൊക്കി കാണിച്ചു അല്ലേ? മുണ്ടുപൊക്കി അവൻ കാണിച്ചു. അവൻ മുണ്ടുപൊക്കി കാണിച്ചു കഴിഞ്ഞ ശേഷം ഈ പെൺകുട്ടി അത് കൈയോടെ പിടിച്ചു. ആ പെൺകുട്ടി അത് കൈയോടെ പിടിക്കുമ്പോൾ ആ പെൺകുട്ടിയുടെ ബാക്ക്ഗ്രൗണ്ടിലേക്ക് പോയിട്ട് ആ പെൺകുട്ടി ഇങ്ങനെ ഇൻസ്റ്റാഗ്രാമിൽ എക്സ്പോസ് ചെയ്ത് ഫോട്ടോ ഇടുന്ന പെൺകുട്ടിയാണ്, അവൾ അങ്ങനെയാണ്, അവൾ ഇങ്ങനെയാണ് പറയുന്നതിൽ എന്തർത്ഥമാണുള്ളത്? അത് പക്ക ഡിഫെയിമിംഗ് ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതൊന്ന് പിന്നെ രണ്ടാമത് പറയുന്നത് ഇങ്ങനെ ഇവരാണ് നിർബന്ധിച്ചത് എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. ആരാണ് നിർബന്ധിച്ചത് എന്ന് ആരാണ് പറയുന്നത്? അതിന് തെളിവൊന്നുമില്ലല്ലോ. ഇയാൾ പറയുന്ന ഒരു വീഡിയോ, ഒരു തെളിവും പുറത്തു വന്നിട്ടില്ല അതിന്. സവാദിന്റെ ആ കേസിൽ ഒരു തെളിവ്. പിന്നെ സവാദ് എന്ന് പറയുന്ന ഒരു വ്യക്തിയെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്ത സൂഡാപ്പികളാണ്. ഞാൻ പിന്നെ അത് ഇങ്ങനെ പറയണ്ടെന്ന് വിചാരിച്ചിരുന്നതാണ്. പിന്നെ വീണ്ടും സുഡാപ്പികളാണ്. കാരണം അവന്മാരിൽ ഒരാൾക്ക് അവന്മാരിൽ ഒരാൾക്ക് എന്തെങ്കിലും ഒരു വിഷയം വന്നു കഴിഞ്ഞാൽ അവൻ ഒറ്റക്കെട്ടാണ്. ഒരു സ്ത്രീ, ഞാൻ അതുകൊണ്ടാണ് അവരെ സപ്പോർട്ട് ചെയ്തത്. ഒരു സ്ത്രീ ഇൻസ്റ്റാഗ്രാമിൽ എക്സ്പോസ് ചെയ്ത് ഫോട്ടോ ഇടുന്നവരാണെങ്കിൽ പിന്നെ സുഡാപ്പികളുള്ള കണ്ണെടുത്താൽ കണ്ടുകൂടാ. ഇൻസ്റ്റാഗ്രാമിലൊക്കെ നമുക്ക് കയറുമ്പോൾ നമുക്ക് പിന്നെ ഈ ട്രാൻസ്ജെൻഡർ യുവതികൾ, ഇതുപോലെയുള്ള ഫോട്ടോഷൂട്ട്, ഇവന്മാർ എന്താണ് ഇവന്മാർക്ക് ഇവരോട് ഇത്ര വിരോധം എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അവര് ജീവിച്ചോട്ടെ, അവര് നിങ്ങളുടെ മെക്കിട്ടൊന്നും കയറാൻ വരുന്നില്ല, അവര് ജീവിച്ചോട്ടെ. അതെ, അവര് എവിടെയോ ഇരുന്ന് അവരുടെ ഇഷ്ടത്തിന്റെ ഒരു വീഡിയോ അതിന്റെ താഴെ വന്നിട്ട് മറ്റേ ഓടുന്ന താത്തയ്ക്ക് ഡാഷ് എന്നൊക്കെ പറഞ്ഞ് മറ്റേ കമന്റ് ഇടാൻ എനിക്ക് മനസ്സിലാവുന്നില്ല. അവര് അവരുടെ മാനസിക ഉല്ലാസത്വം ചെയ്യുന്നത് നിങ്ങൾക്ക് പറ്റില്ല, നിങ്ങൾക്ക് കാണണ്ട, നിങ്ങൾക്ക് ബ്ലോക്ക് ചെയ്യാം അല്ലേ? പക്ഷെ ഇവന്മാർ അങ്ങനെയല്ല. ഇപ്പൊ ശ്രദ്ധിച്ചിട്ടുണ്ടോ, ഒരു ഇസ്ലാമിക രാജ്യത്തിലും ഒരു സ്ത്രീകളും സന്തോഷമായിട്ട് ജീവിക്കുന്നില്ല. എല്ലാം അടിച്ചമർത്തപ്പെട്ട് തന്നെയാണ് സ്ത്രീകൾ കഴിയുന്നത് ഇല്ലേ? ഇപ്പൊ സൗദി അറേബ്യയിൽ അടക്കം അങ്ങനെ തന്നെയാണ്, ഇറാനിലടക്കം, സിറിയയിലും പിന്നെ പറയണ്ടല്ലോ എല്ലാം. ഒരു ഇസ്ലാമിക രാജ്യത്തും ഒരു ട്രാൻസ്ജെൻഡറേയും ഞാൻ കണ്ടിട്ടില്ല. ഒരു വച്ച് പൊറപ്പിക്കില്ല. അത് ഇവിടെ കൊണ്ടുവരാൻ ശ്രമിക്കില്ല. മനസ്സിലായില്ലേ? അവൻ കാണിച്ചിട്ടുണ്ട് എന്നുള്ളത് പകല് പോലെ വ്യക്തമാണ്. അപ്പൊ ആ സമയത്ത് ആ കഥ ട്വിസ്റ്റ് ചെയ്ത് തിരിച്ചു വെച്ചിട്ട് ആ പെൺകുട്ടിക്കെതിരെ ചെയ്യാൻ നോക്കുന്നത് ശരിയായിട്ടുള്ളൊരു കാര്യമില്ല. ഇത് അരിയാഹാരം തന്നെയാണ് നമ്മൾ എല്ലാവരും കഴിക്കുന്നത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. നിങ്ങൾക്കും അറിയാം എന്താണ് കാര്യങ്ങളെന്ന്. മനസ്സിലായില്ലേ? അപ്പൊ അത് ട്വിസ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കരുത് എന്നുള്ള മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അപ്പോഴും മെൻസ് അസോസിയേഷൻ വന്നിരുന്നു, പിന്നെ അവരെ സഹായിക്കാൻ പൊതുമധ്യത്തിൽ വലിയ ഒരു ഈ സംഘടന എന്നുള്ള നിലയിൽ അപ്പോഴാണ് അവരുടെ ഒരു പേരുണ്ടാകുന്നത്. ഞങ്ങളിങ്ങനെ വന്നു, വലിയ പിന്തുണ കൊടുക്കും, നിയമപരമായ പോരാട്ടത്തിന് ഞങ്ങൾ തയ്യാറാണ്,
ഇങ്ങനെ ധാരാളം പുരുഷന്മാരിങ്ങനെ അനുഭവിക്കുന്നുണ്ട്. ശരിയാണ്, ട്രാപ്പിലാകുന്ന ഒരുപാട് പേര് വ്യാജ പീഡന പരാതിയിലൊക്കെ അകത്തായിട്ടുള്ള എത്രയോ ആളുകളുണ്ട്. പക്ഷെ വേറൊരു കാര്യമുണ്ട്, തീയില്ലാതെ പുക ഉണ്ടാവില്ലല്ലോ. ഈ പുരുഷന്മാരുടെ വ്യാജ പീഡന പരാതിയിൽ ഉൾപ്പെടുത്തണമെങ്കിലും പുരുഷന്മാരുടെ ഭാഗത്തുനിന്ന് ഒരു ഇനിഷ്യേറ്റീവ് വേണ്ടേ? അല്ല, അങ്ങനെ ഉണ്ടാവണമെന്നില്ല. ഇപ്പൊ ഒരു സ്ത്രീക്ക് കൊണ്ട് പരാതി കൊടുത്താൽ അനുഭവം ഉണ്ടോ? അനുഭവം ഉണ്ടോ? നമ്മുടെ എത്രയോ ആളുകൾ അകത്തായിട്ടുണ്ട്. പേഴ്സണലി എന്തെങ്കിലും അല്ല, ഞാൻ വേറെ കാര്യം പറയുമ്പോൾ ഇതിനകത്ത് ഞാനൊരു ഭാര്യയും ഭർത്താവും നമ്മുടെ പരിചയത്തിലുള്ളതുണ്ട്. അപ്പം ഞാനിങ്ങനെ കണ്ടപ്പോൾ 2 ദിവസം മുമ്പ് കണ്ടപ്പോൾ പറഞ്ഞു, എൻ്റെ വേറെ കഥകളൊക്കെ ഇവള് പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞില്ല എന്നും പറഞ്ഞില്ല. എന്നെ 10 തവണ പോലീസ് സ്റ്റേഷനിൽ കയറ്റിയ ആളാണ് ഈ നിൽക്കുന്നതെന്ന് ഭാര്യയെ ചൂണ്ടി പറഞ്ഞു. അതായത് ഇവർ തമ്മിൽ നിരന്തരം വഴക്കാണ്. ഈ വഴക്ക് സഹിക്കാൻ കഴിഞ്ഞിട്ട് ഭാര്യ ഇയാൾക്കെതിരെ പരാതിയായിട്ട് പോവുകയാണ്. അപ്പോൾ 10 തവണ പോലീസ് സ്റ്റേഷനിൽ കയറി ഇറങ്ങി. അവസാനം പോലീസ് പറഞ്ഞു, നിങ്ങൾക്ക് താമസിക്കാൻ വയ്യെങ്കിൽ നിങ്ങൾ പിരിഞ്ഞു പോകും, ഇയാളെ കളയും. അതില്ല, ഇയാളെ വേണം. അപ്പോൾ ഇവർ ഒരുമിച്ച് പിന്നെ ഇങ്ങനെ നടക്കുകയാണ്. വീട്ടിൽ എന്നാ വരത്തില്ല, ഇങ്ങനെ എവിടെയെങ്കിലുമൊക്കെ വെച്ച് കണ്ടിട്ട് സംസാരിച്ച് പോവും ഭാര്യയും ഭർത്താവും. അങ്ങനെയൊക്കെയുള്ള ഒത്തിരി ആളുകളുണ്ട്. അപ്പോൾ അവിടെയാണ് ഇവര് വന്നിട്ട് നമ്മളെ ഇങ്ങനെ സ്വീകരിക്കാനായി പുരുഷന്മാരെ എന്റെ അവസാനമായിട്ട് എന്റെ പറയാനുള്ളത്, എനിക്ക് മെൻസ് അസോസിയേഷനോട് ഒരു വിരോധമൊന്നുമില്ല, വിരോധമല്ല. അത് നല്ലൊരു കോസിനാണ് അവർ തുടങ്ങിയതെങ്കിൽ അത്തരത്തിൽ പീഡനം അനുഭവിക്കുന്ന ജെന്യുവൻ ആയിട്ടുള്ള പുരുഷന്മാരെ കണ്ടെത്തി അവര് കൊടുക്കുക. അല്ലാതെ ഇവർക്ക് ഫേമസ് ആവാൻ വേണ്ടിയിട്ട് ഈ പൾസർ സുനി, സവാദ്, നാളെ ഇനിയിപ്പോ ഗോവിന്ദചാമി പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഗോവിന്ദചാമിയുടെ പറയുന്നത് എനിക്ക് ഇങ്ങോട്ട് കലി വരുന്നുണ്ട്. അല്ല, ശരിക്കും പറഞ്ഞാൽ ഇത് ഇങ്ങനെ ഈ വലിയ കുറ്റവാളികളെ എന്തുകൊണ്ടാണ് കോടതി ഇതുവരെ ജാമ്യം കൊടുക്കാത്തത്? ഇയാൾ ഇതിനകത്ത് ഉൾപ്പെട്ട ആളെന്നുള്ള നിലയിൽ ഇയാളെ പുറത്തിറക്കാൻ പാടില്ല എന്ന് കോടതിക്ക് പൂർണ്ണ ബോധ്യം ഉള്ളത് കൊണ്ടല്ലേ ഇയാൾക്ക്, അല്ലെങ്കിൽ ജാമ്യം കിട്ടി പുറത്തു വന്നൂടെ, ദിലീപ് പുറത്തു വന്നില്ലേ? അപ്പൊ അങ്ങനെ ഒരു ആളിനെ മാലയിട്ട് സ്വീകരിച്ച് ഇന്ത്യ മൊത്തത്തിൽ ഇത് എല്ലായിടത്തും വാർത്ത പോയിട്ടുണ്ട്. വാർത്തയിൽ നിറഞ്ഞു നിന്നപ്പോൾ അവർക്കൊരു മനസ്സുഖം, ഒരു സന്തോഷം.